കടലും കുന്നും ചേർന്ന് വിസ്മയമൊരുക്കുന്ന വർക്കല ഇത്തവണ രാഷ്ട്രീയ പോരാട്ടത്തിലും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സിറ്റിംഗ് MLA വി ജോയും മുൻ MLA വർക്കല കഹാറും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ CPM-ൽ നിന്ന് രാജിവെച്ച സ്മിതാ സുന്ദരേശൻ BJP-യിലെത്തിയതോടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറി. വർക്കല എന്താ പരിപാടി? തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, വർക്കലയുടെ ഒരു പൾസ് അറിയാൻ വേണ്ടി ഒന്ന് പോവാ. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഹൈറ്റ് സൈറ്റ് നടക്കുന്ന സീറ്റ് ഇങ്ങനെ എണ്ണീറ്റൊന്നും തീരുന്നില്ല. ഇപ്പോൾ ഒരെണ്ണം കൂടെ വർക്കല വി ജോയ്, വർക്കല കഹാർ, സ്മിതാ സുന്ദരേശൻ. അതായത് CPM-ന് സ്മിതാ സുന്ദരേശൻ BJP-യിലേക്ക് വന്ന അവിടെ സ്ഥാനാർത്ഥിയോടുകൂടി ആകെ ടൈറ്റായി. അപ്പം ഞങ്ങൾ വർക്കല വരെ പോയി സ്ഥാനാർത്ഥി വരെയൊക്കെ ഒന്ന് കണ്ടെത്തി. അവരുടെ ഈ വർക്കല നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കടൽ പോലെ ആർക്ക് അനുകൂലമായിട്ട് വേണമെങ്കിലും തിരയടിക്കാം. ആരുടെയും കുത്തക മണ്ഡലം എന്നൊന്നും പറയാനില്ല. ഒരു സമയത്ത് വർക്കല രാധാകൃഷ്ണന്റെ കയ്യിലായിരുന്നു CPM. പിന്നീട് കുറെ നാൾ അത് വർക്കല കഹാറിന്റെ കയ്യിലാണ്, കോൺഗ്രസിന്റെ കയ്യിൽ. ഇപ്പോഴാണെങ്കിലോ CPM-ന്റെ കയ്യിൽ വീണ്ടും തിരിച്ചു പോകും. അത് കറക്റ്റ് ശരി. അതായത് ഈ കണക്കിലെ കളികളൊന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അത് നോക്കുമ്പം എത്രത്തോളം ടൈറ്റാണ് ഈ മണ്ഡലം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. അത് 2001 മുതലുള്ള കാര്യം ഒന്ന് പരിശോധിച്ചാൽ 2001 വർക്കല കഹാറും PK ഗുരുദാസനും മത്സരിക്കുമ്പോൾ അന്ന് 1988 വോട്ടിനാണ്, 2000 തികഞ്ഞിട്ടില്ല, വോട്ടിനാണ് കഹാർ അന്ന് ജയിക്കുന്നത്. അതിനുശേഷം പിന്നീട് 2006 വർക്കല കഹാറും S സുന്ദരേശനും തമ്മിലായി മത്സരം. അന്നത്തെ ജയം എന്ന് പറയുന്നത് 1625 വോട്ടാണ്, പിന്നെയും കുറയുകയാണ് ചെയ്തത്. പിന്നീട് അങ്ങ് നോക്കിയാൽ 2011 വ്യക്തമായ ഒരു ആധിപത്യത്തോടെ കഹാറിന് ഇവിടെ ജയിച്ചു കയറാൻ പറ്റുന്നത്. അന്ന് A റഹീമായിരുന്നു LDF സ്ഥാനാർത്ഥി. അന്ന് 10,710 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഹാറിന് ജയിക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ വി ജോയുടെ വരവോടുകൂടിയാണ് കഹാറിന്റെ ഒരു അപ്രമാദിത്യം ഇവിടെ ഇല്ലാതാവുന്നത് അല്ലേ? അതെ. 2011 കഴിഞ്ഞ ഒരു 5 കൊല്ലം കൂടെ അങ്ങ് കഴിയുമ്പോൾ 2016 നടന്ന തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോഴാണ് 10,000-ലധികം വോട്ടിന് ജയിച്ചിരുന്ന കഹാറിനെ ജോയി ഇവിടെ തോൽപ്പിക്കുന്നത് 2,386 വോട്ടിനാണ്. വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല, പക്ഷേ 10,000 വോട്ട് നേടി വിജയിച്ചു നിന്ന ഒരാളെ ഈ പറയുന്ന 2,386 തോൽപ്പിക്കാന്ന് വെച്ചാൽ അത്ര ചെറിയ കാര്യം. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ 2,000 എന്നുള്ള ഭൂരിപക്ഷം 17,821 വോട്ടാക്കി മാറ്റി. മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർക്കല കഹാറിനെ കോൺഗ്രസ് ഒഴിവാക്കി. കാരണം ഒരു വട്ടം തോറ്റ സ്ഥാനാർത്ഥിയാണ്, മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചു. പകരം നെടുമങ്ങാട്ടുകാരനായ BRM ഷഫീർ വർക്കല സ്ഥാനാർത്ഥിയായി എത്തി. അപ്പോൾ അതൊക്കെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലൊരു ഇടത് തരംഗം ആഞ്ഞടിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. 99 സീറ്റ് കിട്ടിയ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫാക്ടർ കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭൂരിപക്ഷത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയം. അതൊക്കെ മുൻകാല ചരിത്രം. ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് നോക്കിയേ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഇവിടെ BD JSനായിരുന്നു സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി. CPM-ൽ നിന്ന് മാറിയ സ്മിതാ സുന്ദരേശനാണ് ഇപ്രാവശ്യം ഇവിടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് BJP-ക്ക് വേണ്ടി. ആ വോട്ട് ഷെയറിംഗ് എങ്ങനെ നടക്കും എന്നത് കൂടി ഇവിടുത്തെ വിജയത്തെ നിർണ്ണയിക്കും. വെട്ടൂര്, നാവായിക്കുളം, പള്ളിക്കൽ, മടവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായാൽ ആദ്യ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നിർണായകമായി. ഒപ്പം ശിവഗിരി മഠം നിൽക്കുന്ന മണ്ണുകൂടിയാണ് വർക്കല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ നിലപാടുകൾ പറഞ്ഞ സാമുദായിക നേതാക്കളുടെയോ അല്ലെങ്കിൽ സന്യാസി വര്യന്മാരുടെയൊക്കെ പട്ടിക നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സച്ചിദാനന്ദ സ്വാമിയാണ്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനാണ്. സച്ചിദാനന്ദ സ്വാമി മാതൃഭൂമി ന്യൂസിനോട് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ പല പ്രസ്താവനകളും SNDPക്ക് വീടുകൾക്കുമെല്ലാം വലിയ ബാധ്യതയായി മാറുന്നുണ്ട് എന്നാണെന്ന് സ്വാമി പറഞ്ഞു. പക്ഷേ അതിനെ സൂക്ഷിച്ചും കണ്ടുമാണ് CPM-ഉം ഒപ്പം തന്നെ വി ജോയും കൈകാര്യം ചെയ്തത്. അതാ കണ്ടോ പ്രതികരണം. ശിവഗിരി മഠത്തിൻ്റെ സ്വാമിമാരോട് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും ഉണ്ട്. പക്ഷേ അവരിത്തരം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അസന്നിഗ്ധമായിട്ടുള്ള കാര്യം. കാരണം മത നേതാക്കന്മാർ ഒരു മതത്തെ പിടിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയെക്കുറിച്ച് പറയുന്നതോ ശരിയായിട്ടുള്ള രീതിയല്ല. അതിലിപ്പോൾ കാര്യമൊന്നുമില്ലേ. ഇപ്പോൾ NDAയുടെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾക്കൊന്നും കോൺഫിഡൻസിന് ഒരു കുറവില്ലതേ. UDF-ൻ്റെ സ്ഥാനാർത്ഥിയായ ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും. 3 തവണ തുടർച്ചയായി ഞാൻ വിജയിച്ച് UDF-ൻ്റെ കയ്യിലിരുന്ന പഞ്ചായത്താണ് ചില്ലറ വോട്ടിന് ഞാൻ പരാജയപ്പെടേണ്ടി വന്നത്. അത് എൻ്റെ നോട്ടക്കുറവ് കൊണ്ടും എൻ്റെ സഹപ്രവർത്തകരുടെ നെഗ്ലിജൻസ് കൊണ്ടും സംഭവിച്ചതാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. BJP-യുടെ കാൻഡിഡേറ്റ് വന്നപ്പോൾ വർക്കല നിയോജക മണ്ഡലത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടാണ് പ്രവർത്തകർ എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ശരിക്കും വേരോട്ടമുള്ള അല്ലെങ്കിൽ വളരെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. A ക്ലാസ് മണ്ഡലം തന്നെയാണ് വർക്കല. സ്റ്റെഫിനെ 7302 വോട്ട് SIR-ലങ്ങ് വെട്ടിപ്പോയിട്ടുണ്ട് വർക്കലയിൽ നിന്ന് മാത്രമല്ല ജെൻസി വോട്ടർമാരുമുണ്ട്. അവരും ബൂത്തിലേക്ക് എത്തുമ്പം എന്നതാ ചിന്തിക്കുന്നതെന്ന് കണ്ടറിയണം.
അല്ല സ്റ്റെഫിനെ, നമുക്കിങ്ങനെ ഇവിടെ നിന്നിട്ട് ഈ തിരയെണ്ണി വോട്ടിൻ്റെ കണക്ക് കൂട്ടിയിരുന്നാൽ മതി. പക്ഷേ സ്ഥാനാർത്ഥിയുടെ കാര്യം ഇതേപോലെ വാനോളമാണ് പ്രതീക്ഷ.